ഹായ് എല്ലാവർക്കും സിനീസ് ഫുഡ് കോർട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ വിഷുവൊക്കെ അടുത്ത് വരികയാണ്. അതുകൊണ്ട് തന്നെ ഞാനിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് വീട്ടിൽ അച്ഛൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു പായസം റെസിപ്പി കൂടിയാണ്. കാര്യം എന്താ വെച്ചാൽ ഇത് നമ്മൾ സാധാരണ പായസം തയ്യാറാക്കുന്നതിനേക്കാളും കുറച്ച് വ്യത്യസ്തമാണ്. നമ്മളിത് അടപ്പിലൊന്നും വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ ഞാനധികം പറഞ്ഞ് നീട്ടുന്നില്ല, നമുക്ക് വേഗം തന്നെ ഈ പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് ചിങ്ങമ്പഴമാണ്. ചിങ്ങമ്പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ റോബസ്റ്റ പഴം 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ശർക്കരപ്പാനിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പോളം ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഇത് മൊത്തം നമുക്ക് വേണ്ടി വരില്ല, അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ശർക്കര നമ്മൾ ഉരുക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുറച്ച് ശർക്കര ഉരുക്കി കഴിഞ്ഞിട്ട് കുറച്ചധികം നേരം ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. കാര്യം നമ്മൾ ഈ പായസം ഇനി നമ്മൾ അടപ്പിൽ വെച്ചിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാനി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് അലുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് കുറച്ച് നേരം നന്നായിട്ട് ഇതുപോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ശർക്കരയുടെ ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് മാറി നന്നായിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് നേരം ഇതുപോലെ ഒന്ന് തിളച്ചോട്ടെ. അപ്പോൾ നമുക്ക് ഈ ശർക്കരപ്പാനി നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ പായസം ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പോൾ നേരത്തെ തന്നെ നമുക്കിതുപോലെ ശർക്കര പാനിയാക്കി സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ പാനിയൊക്കെ ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ച് നേരം ഞാൻ നന്നായി തിളപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചുകൂടെ എടുക്കണം. ശർക്കരയിൽ ചെറുതായിട്ട് മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചുകൂടെ എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ശർക്കര നന്നായിട്ട് തിളച്ചു. ഞാൻ കുറച്ച് നേരം തിളപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ ഞാൻ നമ്മുടെ പഴമൊക്കെ ഇവിടെ നന്നായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര ഇതുപോലെ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തേനാണ്. തേൻ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. തേനൊരു 2-3 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. അപ്പോൾ ഇനി നമുക്ക് പായസം തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇതൊരു ഇൻസ്റ്റൻറ്റ് പായസമാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു മിക്സിയുടെ ജാറ് മാത്രം മതി ഈ ഒരു പായസം റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ പഴം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ആദ്യം വെറുതെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ശർക്കരയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ശർക്കരയുടെ അളവ് നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക. കാരണം പഴത്തിന് ഓൾറെഡി മധുരമുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ശർക്കരയും തേനുമാണ്. അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനൊരു 3-4 ടേബിൾ സ്പൂണോളം ശർക്കരപ്പാനി ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇനി തേൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ചേർക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് മിക്സ് ചെയ്യുമ്പോൾ ചേർത്താലും മതി. തേൻ ചേർത്തിട്ട് അങ്ങനെ അടിക്കണം എന്നില്ല. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം തേനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടി ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ആ ഒരു ശർക്കരയുടെയും തേനിൻ്റെയും ടേസ്റ്റ് ഉണ്ടാവണം. ശർക്കര മാത്രമായിട്ടുണ്ടെങ്കിൽ അത്ര ശരിയായിട്ട് വരില്ല. അപ്പോൾ നമ്മുടെ പഴവും അതുപോലെ തന്നെ ശർക്കരയും തേനും 3ൻ്റെയും കൂടി ടേസ്റ്റ് വരുമ്പോഴാണ് നമ്മുടെ പായസം കറക്റ്റ് ആവുന്നത്. ഇപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നട്ട്സൊക്കെ ഒന്ന് വറുത്ത് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുന്തിരിയും പിന്നെ ഇതുപോലെ കുറച്ച് തേങ്ങയാണ്. തേങ്ങ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ തേങ്ങയൊക്കെ കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പായസത്തിന്. അപ്പോൾ തേങ്ങ ഇതുപോലെ നെയ്യിൽ നന്നായിട്ട് മുരിയിച്ചിട്ടെടുക്കുക. അപ്പോൾ നെയ്യിൽ തന്നെ ഇതൊക്കെ വറുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് നന്നായിട്ട് വരിക. ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ഈ തേങ്ങയും അതുപോലെ കാഷ്യൂനട്ടൊക്കെ ഈ നെയ്യോട് കൂടിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ പായസം ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നട്ട്സും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോഴാണ് നമ്മുടെ പായസം കംപ്ലീറ്റ് ആവുന്നത് ശരിക്ക്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കൂട്ടി ചേർത്ത് കഴിക്കുമ്പോൾ ശരിക്കും നമ്മൾ അല്ലാതെ ചെയ്തൊരു പായസമാണെന്നേ പറയുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ നട്ട്സൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ശർക്കരപ്പാനിയൊക്കെ നേരത്തെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു പായസം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ വരും. അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻസിനായിട്ട്. അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്